വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല, എല്ലാം കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ആ എന്താ രാജു? ഞാനേ പറ, എന്താ പ്രശ്നം? എന്താന്ന് പറ. എങ്ങനെ ചോദിക്കുന്നു? എൻ്റെ പൊന്ന് രാജു, നിന്നെ ഒരു വേലക്കാരനെ പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുള്ളത്? നിനക്കെന്താ പിന്നെ പറയാനും ചോദിക്കാനൊക്കെ മടിയെന്ന്? നീ പറ, എന്താന്ന് വെച്ചാൽ പറ. അല്ല, ഞാൻ ഇത്രയും നാളായിട്ട് മുതലാളിയോട് നിന്നിട്ട് പറയാനായിട്ടൊരു ഒരു കുഴപ്പമില്ല, നീ പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാൻ നാളെ മുതൽ ജോലിക്ക് വരില്ല. എന്താ രാജു നീ പറയുന്നത്? നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നിന്നെ ഇവിടെ ഒരു വേലക്കാരനെ പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിരിക്കുന്നത്? പിന്നെ നീ എന്തിനാ ഇവിടെ പിണങ്ങി പോന്ന? പറ. അതെ, എനിക്ക് ഇത്രയും കാലമൊക്കെ ആയി. 10-12 കൊല്ലമായി. നിനക്ക് ശമ്പളം കൂട്ടി തരണമെങ്കിൽ ഞാൻ ശമ്പളം കൂട്ടി തരാം. അല്ല, അതല്ല. പിന്നെന്താ? എന്നെ മുതലാളി കണ്ടിരിക്കുന്ന ഒരു തൊഴിലാളിനെ പോലെ അല്ല. അല്ല, നിനക്കറിയാലോ. പിന്നെന്താ കുഴപ്പം? ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാണ് രാജു. ഞാൻ പറയാൻ വന്നു. പിന്നെന്താ, എല്ലാവർക്കും അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ്. എത്ര നാളെന്ന് പറഞ്ഞാൽ വെല്ലോറിനും വീട്ടിൽ വേലക്കാരനൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കൊള്ളാം. എൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും നിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. പൊയ്ക്കോ, തുടങ്ങിക്കോ, നന്നായിട്ട് തുടങ്ങിക്കോ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നെന്ന് പറഞ്ഞാൽ, രാജു നീ ചോദിക്കും. നീ എന്തിനാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മന്ന്? നിനക്ക് എന്താ ആവശ്യമുണ്ടോ നീ എന്നോട് ചോദിക്കരുതോ? എനിക്ക് ഇച്ചിരി കാശ് തരാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഇത്ര വലിയ സംഭവം. നിനക്ക് എൻ്റെ കയ്യിലുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരുമല്ലോ. എൻ്റെ കയ്യിലുള്ള ഇപ്പൊ കാശായിട്ടോ പണമായിട്ട് നിനക്ക് എന്താ വേണ്ടത്? എൻ്റെ കയ്യിലുള്ള എന്ത് നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. പിന്നെ കാശ് തരുന്നതിലൊന്നുമല്ല കാര്യം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കാശും പണം മാത്രമല്ല, ബുദ്ധിയാണ് ഏറ്റവും വേണ്ടത് കേട്ടോ. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മുതലാളിയുടെ കയ്യിലുള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതെ, അവിടെ നിൽക്ക ചുമ്പ ഒന്ന് പെട്ടെന്ന് നടക്ക. എത്രയും പെട്ടെന്ന് നോമിന് കല്യാട്ട് മനയിൽ എത്തണം. അറിയാലോ നിനക്ക് വേലി. പിന്നെ തിരുവേലി ഇന്നലെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടല്ലോ. ഏട്ടാ ചുമ്പ മരങ്ങോടാ. സിനിമാറ്റിക് ഡാൻസ് എന്ന് നമ്മൾ പറയരുത്. നമ്മളതിനെ കഥകളി ഞങ്ങളുടെ വിശേഷിപ്പിക്കാം. മന്മഥറാസ എന്ന് പറഞ്ഞ കഥകളി ഉണ്ടോ? ശ്ലോകം അസലായത് മാത്രമല്ല, നമ്മൾ വളരെ അങ്ങോട്ട് ആസ്വദിച്ചു. എന്താ ആ പെങ്കൊച്ചിന്റെ ഒരു പ്രകടനം കാണല്ലേ ആയിരുന്നു. എങ്ങോട്ടാണ്? അല്ലിതാര് വാസുദേവനോ? അതേ വാസുദേവ നമ്മുടെ വേലിയുടെ ആവശ്യത്തിന് വേണ്ടിട്ടേ കല്യാട്ടുമാൻ അറിയില്ലേ? അങ്ങോട്ടേക്ക് പോവാ. ആരാണ് കൂടെ? അറിയില്ലേ? നമ്മുടെ ബാല്യക്കാരൻ രാമൻ. രാമനല്ല, പി രാമൻ. അതെ വാസുദേവ, ഇവൻ ഉടുത്തിരിക്കുന്ന മുണ്ട് അവന്റെതല്ല. അപ്പോഴേ ഇങ്ങോട്ട് വരിക. എന്ത് വർത്താനാ പറയുന്നത്? എന്താ നിങ്ങൾ എന്റെ മുണ്ടല്ലാന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മുണ്ടാന്ന് ആൾക്കാർ വിചാരിക്കൂലേ? പക്ഷെ അതിന് നിന്റെ മുണ്ടല്ലോ ഇത്. അതിനെ നാട്ടുകാരോട് കംപ്ലീറ്റ് പറയണം. എന്താ ഇനി നോമിനി അങ്ങനെ പറയുന്നില്ല, മനസ്സിലായല്ലോ? നടക്കുക വേഗം. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും കേളികളാടി വനമാലിയോ. എന്റെ രാമ, നോം ഇന്നലെ ആ പാട്ടങ്ങട് കേട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങ് സ്തംഭിച്ചങ്ങട് ഇരുന്നു പോയി. ഇതുവരെ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇല്ല. അതെ, നിന്നോട് നോം ഒരു കാര്യം പറഞ്ഞത് കുറെ നേരമായി. നീ അത് കണ്ടോ? അതേതാ ഇല്ലം? അറിയില്ലേ? നമ്മുടെ തറവാടല്ലടോ അത്. എത്ര പരാക്രമങ്ങൾ കാണിച്ച വീടാ അത്. പക്ഷെ എന്താ പറയാ രാമ, അന്യം നിന്നു. അന്യം നിൽക്കാനോ? അന്യം നല്ല ഹോട്ടലേ ഓടുന്നത്. വിക്രമിന്റെ പടല്ലേ? പിന്നെ വെണ്ടക്കല്ല ആ ശ്ലോകം. അതെ, ബ്രഹ്മദത്തം നമ്പൂതിരി നോം വേളിക്ക് പോവാണേ, കല്യാണ മനയിലേക്ക്. അതിനായിരിക്കും മകനെ കൂട്ടി ഇറക്കിയത്. മകനോ? ഇവനോ? ചേട്ടോ, ഇത് നമ്മുടെ ബാല്യക്കാരൻ രാമൻ. ബാല്യക്കാരനോ? ഇവനെ ഉടുത്തിരിക്കണമുണ്ട് എന്റേതല്ല. എന്താടോ നിങ്ങൾ ആ മുണ്ടിന്റെ കാര്യം അയാളോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന് നോമ്പ് എന്താ അവനോട് പറഞ്ഞത്? നിങ്ങളുടെ മുണ്ടല്ലാന്ന് പറഞ്ഞില്ലേ? ആണോ? ഇനി നോമ്പ് അങ്ങനെ പറയണില്ല. അതെ രാമ, ആ ബദിര മനയിലെ ആ ഒരു പാൽപ്പായസത്തിന്റെ രുചി നിന്റെ മനസ്സിൽ പറഞ്ഞോ? എന്താ പാലും കൂട്ടിയ പഴവും കൂട്ടിയ നോമന്റെ കാച്ചങ്ങട് കാച്ചി. ലജ്ജാപതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ തഴം പൂവോ താമരപ്പൂവോ. ലജ്ജാപതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. അല്ല, നോം അറിയില്ല ഇതാരെ കാണണേ? കേട്ടോ, നോം കല്യാട്ട് മനയിലേക്ക് വേലിക്ക് വേണ്ടി പോവല്ലേ? ഏതാ ഈ ശപ്പൻ? നിന്റെ അപ്പൻ? ഞാൻ പപ്പന്റെ മോൻ രാമൻ. അറിയില്ലേ? നമ്മുടെ പുതിയ ബാല്യക്കാരൻ രാമൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ, ഇവൻ ഉടുത്തിരിക്കണ മുണ്ട് ഇവന്റേതും അല്ല എന്റേതും അല്ല.
എടാ ദാസപ്പ, എടാ 10 രൂപ കൈക്കൂലി കിട്ടിയിട്ട് നാളെ എത്രയാടാ? മനുഷ്യൻ മനസ്സറിഞ്ഞ് 2 പൊറോട്ട ഇറച്ചി കഴിക്കാൻ കൊതിയായിട്ടുള്ള കാശും കിട്ടണില്ലല്ലേ? 500 രൂപ കൈക്കൂലി കൊണ്ട് ഒരുവനോട് വരാൻ പറഞ്ഞിരുന്നു ഞാൻ. അവൻ വരുമ്പോ തന്നെ കാശുണ്ടോന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ സാർ, എങ്കിലും ഞാൻ ഒപ്പിട്ട് കൊടുക്കുള്ളൂ. എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചതാണ്. വരുമ്പോ തന്നെ ചോദിച്ചോടാ. സാറേ നമസ്കാരം. സാർ ഞാൻ ഡോക്യുമെന്റ്സ് ആയിട്ട് വരണമെന്ന് പറഞ്ഞു. ഡോക്യുമെന്റ്സ് ആയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ റെഡിയല്ലേ സാറേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എല്ലാം കൊണ്ടുവന്നു. മറ്റേ കരം തീർത്ത രസീത് കൊണ്ടുവന്നോ? കരം തീർത്ത സാറേ ഇതിന്റെ ഒറിജിനലാണ്. കരം തീർത്ത രസീത് അല്ലേ? ഇതതിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. ഈ ഒറിജിനൽ ലിങ്ക് ഞാൻ തരും. ഫോട്ടോ സ്റ്റാറ്റ് മതി. ഇനി മറ്റേ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പറഞ്ഞിരുന്നല്ലോ. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതാ സാർ. ഇതതിന്റെ ഒറിജിനൽ ഫോട്ടോ സ്റ്റാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എനിക്കറിയത്തില്ലേ. ആധാരത്തിന്റെ കോപ്പി. സാർ ആധാരത്തിന്റെ ഒറിജിനലാണ്. ഒറിജിനൽ ഇതതിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. എനിക്ക് ഫോട്ടോ സെറ്റ് മതിയല്ല. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ, എല്ലാം ഒരു കുഴപ്പമില്ല. സാറേ സാറ് 500 രൂപ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും മേടിക്കാത്ത ആളാണ്. എനിക്കൊരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ സാർ അതൊന്നും വിചാരിക്കണ്ടേ. വേണോ? ഇത് എന്നാ സാർ ഇത് അതിന്റെ ഒറിജിനൽ 500 അല്ലേ? ഇതതിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് വെച്ചോട്ടെ. ഓക്കെ സാർ, വളരെ ഉപകാരം. ഫോട്ടോസ്റ്റാറ്റ് പോരെന്നാ അവൻ നമ്മളെ പറ്റിച്ചിട്ട് കടന്നു വന്നല്ലടാ. ഇത് ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനൽ നിനക്ക് പുറകെ തരാം കേട്ടോ.